ഹായ്. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് എക്സാം മാത്സിന്റെ പരീക്ഷ എല്ലാവരും എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഞാൻ ട്യൂഷൻ പഠിപ്പിക്കുന്ന സെന്ററിലൊക്കെ കുട്ടികളോട് ചോദിച്ചപ്പോൾ ചില കുട്ടികൾ പറഞ്ഞു, സാറേ ഭയങ്കര എളുപ്പമുള്ള ക്വസ്റ്റ്യൻ, ഞാൻ പഠിക്കാത്തതുകൊണ്ട് എനിക്ക് മാർക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ ഞാൻ പഠിക്കാത്തതുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ എഴുതാൻ പറ്റിയില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു. ചിലവർക്ക് ഭയങ്കര ടഫ് വന്നു, പോലും പഠിച്ചിട്ടില്ല, അതാണ് സംഭവം. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ക്വസ്റ്റ്യൻ പേപ്പർ വളരെ എളുപ്പമായിരുന്നു. ഓക്കെ, അതായത് എല്ലാ ചാപ്റ്റേഴ്സും വൃത്തിക്ക് ഇരുന്ന് പഠിച്ച കുട്ടിയാണ്, അതായത് അങ്ങനെ പഠിച്ചത് കുട്ടിയല്ല. ഇത് വൃത്തിക്ക് കുഴപ്പമില്ലാണ്ട് ഓരോ ചാപ്റ്റേഴ്സും ഓരോ പോർഷൻസും കവർ ചെയ്തൊരു കുട്ടിക്ക് സിമ്പിളായിട്ട് A+ വാങ്ങാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമുക്ക് 2025-26 ക്രിസ്മസ് എക്സാമിന് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ മാത്സ് ഇപ്പോൾ മറ്റുള്ള സബ്ജക്റ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സോഷ്യൽ സയൻസും അതേപോലെ നിങ്ങളെ സയൻസ് വിഷയങ്ങളായ ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് ഇതിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മാത്സ് ഒന്നുകൂടി എളുപ്പമുള്ള ഒരു സബ്ജക്റ്റാണ് 10ാം ക്ലാസ്സിൽ. ഓക്കെ, അപ്പോൾ വൃത്തിക്ക് പഠിച്ചാൽ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു സബ്ജക്റ്റും കൂടിയാണ് മാത്സ്. അപ്പൊ നമുക്ക് കൂടുതലായിട്ട് ഞാൻ ഒന്നും പറയണില്ല, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷൻ ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കറക്കാം. ഓക്കെ, നമ്മളെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുള്ളത് ഒരു 4 സെക്ഷൻ ആയിട്ടാണ്. സെക്ഷൻ എ, സെക്ഷൻ ബി, സെക്ഷൻ സി, സെക്ഷൻ ഡി. ഓക്കെ, അപ്പോൾ 4 സെക്ഷനും 4 ടൈപ്പ് ഓഫ് മാർക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ സെക്ഷൻ എയിലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ എളുപ്പമാണ്. ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് ചാപ്റ്ററിനാണ് വന്നിരിക്കുന്നത്. അതായത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം തന്നിട്ടുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ആൾജിബ്രായിക് ഫോം തന്നിട്ടുണ്ട്. ഏതാണ് ആൾജിബ്രായിക് ഫോം? 3 - 5n. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇത് ഭയങ്കര എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. എന്താ വരിക കോമൺ ഡിഫറൻസ്? ഈ n ഉണ്ടോ? എന്നിന്റെ കൂടെയുള്ള ചെങ്ങായിയാണ് ആര് വരിക? കോമൺ ഡിഫറൻസ് വരിക. അപ്പൊ എല്ലാവരും പൊട്ടത്തരം കാട്ടിയിട്ട് എന്ത് എഴുതിക്കും? കോമൺ ഡിഫറൻസ് ഈക്വൽ ടു എന്നിന്റെ കൂടെയുള്ള ചെങ്ങായി ഈക്വൽ ടു 5 എന്ന് എഴുതിക്കും. അല്ല, എന്താണ് എന്താണ് ഡി? ഡി എന്ന് പറഞ്ഞാല് -5 ആണ്. എന്നിന്റെ കൂടെ ആരാണ്? -5 ആണ്. ഓക്കെ, അപ്പൊ ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ ഒരു സമാന്തര ശ്രേണി 4, 6, 8, 10. ഓക്കെ, ഇതിലെ ഫസ്റ്റ് ടേം എന്താ അല്ലെങ്കിൽ ഒന്നാം പദം എന്താ? 4 ആണ്. പൊതുവ്യത്യാസം എത്ര? 2 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ആൾജിബ്രായിക് ഫോം അല്ലെങ്കിൽ ബീജഗണിത രൂപം എഴുതാൻ ഭയങ്കര എളുപ്പമാണ്. എന്ത് ചെയ്യാ? പൊതുവ്യത്യാസം ഉണ്ടല്ലോ, പൊതുവ്യത്യാസത്തിന്റെ കൂടെ ഒരു n എഴുതാം. ഓക്കെ, പൊതുവ്യത്യാസത്തിന്റെ കൂടെ ഒരു n എഴുതാം. എന്നിട്ട് എന്ത് ചെയ്യാ? ആദ്യ പദത്തിൽ നിന്ന് പൊതുവ്യത്യാസം കുറക്കുക. ആദ്യ പദത്തിൽ നിന്ന് പൊതുവ്യത്യാസം കുറക്കുക. ആദ്യ പദം എത്ര? 4. പൊതുവ്യത്യാസം കുറച്ചാല് 4 - 2 എത്രയാണ്? 2. അത് അതിന്റെ കൂടെ പ്ലസ് ചെയ്ത് എഴുതാം. ഓക്കെ, ഇനിയിപ്പോ -2 ആണ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് മൈനസ് എഴുതാം. ഇനി മൈനസ് ഇല്ലാതെ വെറും 2 കിട്ടണമെന്നുണ്ടെങ്കിൽ അത് പ്ലസ് ചെയ്ത് എഴുതാം. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾ എന്ത് ബീജഗണിത രൂപമായിട്ടുള്ള അല്ലെങ്കിൽ ആൾജിബ്രായിക് ഫോം ആയിട്ടുള്ള xn. ഓക്കെ, ഇത് നിങ്ങളോട് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞ പണിയുണ്ടോ? എന്നിന്റെ കൂടെയുള്ള ചെങ്ങായി ആര്? 2. മനസ്സിലായോ? അപ്പൊ ഇതിൽ ആരാണ് പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് ആരാണ്? -5 ആണ്. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും തന്നെ ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ്. ഇനി രണ്ടാമത്തെ ചോദ്യം നിങ്ങൾക്ക് ചോദ്യം കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ഏതാ ചാപ്റ്റർ എന്ന്. ഏതാ ചാപ്റ്റർ? കോർഡിനേറ്റ്സ് അല്ലെങ്കിൽ സൂചക സംഖ്യകൾ. അപ്പോൾ ഈ ചാപ്റ്ററിനെ കുറിച്ചിട്ട് ഞാൻ വിശദീകരിക്കണമെന്നില്ല, സിമ്പിൾ ഒരു ചാപ്റ്റർ ആണ്. അതായത് ഒരു ബോർഡ്, ആ ബോർഡിൽ നമ്മളൊരു പോയിന്റിനെ മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു ഗ്രാഫ് ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടേക്ക് പോയിന്റിനെ മാർക്ക് ചെയ്യാൻ ഈ ഒരു ഗ്രാഫിന്റെ നമ്പറും ഈ ഒരു ഗ്രാഫിന്റെ നമ്പറും എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതൊരു ഉദാഹരണം ഒരു 3, 4. ഓക്കെ, അപ്പൊ ആ ഒരു സ്ഥലത്ത് വേറെ പോയിന്റ് ഉണ്ടാവില്ല. മനസ്സിലായോ? ഇതാണ് സിമ്പിൾ ആയിട്ട് സൂചക സംഖ്യകൾ. ഇത് ഞാൻ ഇനി പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. അത് വേണമെന്നുള്ളൊരു കമന്റ് ബോക്സിൽ നിന്ന് അറിയിക്കും. നമുക്ക് ആ ചാപ്റ്ററിന്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടിടാം. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ട് നോക്കാം. എന്റെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? 2 പോയിന്റ് തന്നിട്ടുണ്ട്. ഓക്കെ, ഏതൊക്കെ പോയിന്റ്? 3, 8, 5, 6. ക്വസ്റ്റ്യനിൽ പറയുന്നത് ഈ 3, 8, 5, 6 വേറെ കൂട്ടിച്ചേർത്താൽ നമുക്ക് എന്ത് കിട്ടും? ഇതിന്റെ ഡയമീറ്റർ കിട്ടും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ 3, 8, ഇവിടെ 5, 6. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ സെന്റർ എന്താ വരികയെന്ന് ചോദിക്കും. ഓക്കെ, അതായത് ഈ സർക്കിളിന്റെ സെന്റർ പറഞ്ഞാൽ ഈ ഡയമീറ്ററിന്റെ സെന്റർ ആണല്ലോ. ആ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതെങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കുക? ഒരു പണിയില്ല. നമ്മൾ ഇതിനെ എന്താ വിളിക്കുക? എക്സ് കോർഡിനേറ്റ് എന്ന് വിളിക്കുക. ഇതിനെ വൈ കോർഡിനേറ്റ്, ഇതിനെ എക്സ് കോർഡിനേറ്റ്, ഇതിനെ വൈ കോർഡിനേറ്റ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ സെന്റർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? ഇതിന്റെ എക്സ് കോർഡിനേറ്റും ഇതിന്റെ എക്സ് കോർഡിനേറ്റും കൂടെ ആഡ് ചെയ്യുക. എത്ര? 3 + 5 എന്നിട്ട് എന്ത് ചെയ്യാം? /2 ചെയ്യുക. അതേപോലെ
ഇതിന്റെ y കോർഡിനേറ്റും കൂടെ ആഡ് ചെയ്യാം. എത്ര? 8+6/2 ചെയ്യാം. ഇത് നമുക്ക് എത്ര കിട്ടാം? 3+5 എത്രയാണ്? 8. 8/2 4. 8+6 എത്രയാണ്? 14. 14/2 7. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് സെന്റർ എന്താ കിട്ടുക? 4,7. ഓക്കെ, ഇത്രേ ഉള്ളൂ. അപ്പൊ ഇത് നിങ്ങൾക്കിത് ഓപ്ഷൻസ് അടക്കം തന്നിട്ടുണ്ട്. അതിന് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇതിന്റെ ആൻസർ എത്രയാണ്? 4,7 അല്ലെങ്കിൽ 4,7. മൂന്നാമത്തെ ചോദ്യം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടല്ലോ ഏതാ ചാപ്റ്റർ? ട്രിഗണോമെട്രി അല്ലെങ്കിൽ ത്രികോണമിതിയാണ്. കാരണം ത്രികോണമിതി പറഞ്ഞാൽ തന്നെ ട്രയാങ്കിൾസിന്റെ മെഷർമെന്റ്സ് പഠിക്കുക എന്നുള്ള ഒരു ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോ നമുക്ക് എന്തൊക്കെ തന്നിട്ടുള്ളത്? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ ഒരു ത്രികോണം അല്ലെങ്കിൽ ഈ ഒരു ട്രയാങ്കിളിലെ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള സൈഡിന്റെ ലെങ്ത് കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ ഇങ്ങനെ ഇത് ഇന്നതാണെന്ന് പറഞ്ഞില്ല. ആകെ ഒരു ഫിഗർ തന്നിക്കണം. അതിൽ ഈ ഒരു സൈഡ്, ഓക്കെ, ഈ ഒരു സൈഡ് 6 തന്നിക്കണം. ഞാൻ ചോദിക്കട്ടെ, ഈ ആംഗിൾ 60 ഇങ്ങനെ 90 ആണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ആംഗിൾ എത്ര വരാം? ഇത് 30 വരും. ഓക്കെ, എത്ര ഡിഗ്രി? 30 ഡിഗ്രി. അപ്പൊ ഈ ട്രയാങ്കിളിന്റെ ആംഗിൾ തമ്മിലുള്ള ഒരു പ്രത്യേകത എന്ത്? 30, 60, 90 ആണ് ഈ ഒരു ത്രികോണം അല്ലെങ്കിൽ ഈ ഒരു ട്രയാങ്കിൾസിന്റെ ആംഗിൾസ്. ഏതൊരു ട്രയാങ്കിളും, അതായത് 30, 60, 90 വരുന്ന ഏതൊരു ട്രയാങ്കിളും, ചെറിയ ട്രയാങ്കിൾ ആയിക്കോട്ടെ വലിയ ട്രയാങ്കിൾ ആയിക്കോട്ടെ, അത് തമ്മിലുള്ള റേഷ്യോ എത്രയും 1:√3:2. ഓക്കെ, ഞാൻ അഥവാ ഇത് 2 ആണെങ്കിലോ 2:2√3:4. ഇത് 5 ആണെങ്കിലോ 5:5√3:10. അതായത് ഇവിടെ എന്താണോ അതേ √3 ഈ കാര്യം എന്ത് 16ന്റെ ഓപ്പോസിറ്റ് വരാം. ഓക്കെ, 13ന്റെ ഓപ്പോസിറ്റ് എന്താണോ അതേ √3 കാര്യം 16ന്റെ ഓപ്പോസിറ്റ് വരാം. 13ന്റെ ഓപ്പോസിറ്റ് എന്താണോ അതേ *2 കാര്യം 19ന്റെ ഓപ്പോസിറ്റ് വരാം. ഇവിടെ നോക്കാം, ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 16ന്റെ ഓപ്പോസിറ്റ് 6 ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, 16ന്റെ ഓപ്പോസിറ്റ് 6 ആണ് തന്നിരിക്കുന്നത്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഏറ്റവും ഷോർട്ടസ്റ്റ് സൈഡ്. അത് ആരുടെ ഓപ്പോസിറ്റ് ആണ്? 13ന്റെ ഓപ്പോസിറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 13ന്റെ ഓപ്പോസിറ്റ് കണ്ടുപിടിക്കണം. നോക്കാം. ഇവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് പോകാൻ എന്ത് ചെയ്ത്? *√3. അപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് വരാൻ എന്ത് ചെയ്യേണ്ടി വരാം? √3 ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 6/√3. പക്ഷെ നമുക്ക് ഒരു കൺഫ്യൂഷൻ വരും. നമുക്ക് 4 ഓപ്ഷൻ തന്നിരിക്കണം. 2 ഉണ്ട്, 2√3 ഉണ്ട്, 12 ഉണ്ട്, 6√3 ഉണ്ട്. പക്ഷെ നമുക്ക് കിട്ടിയ എത്രയാണ്? 6/√3. ഓക്കെ, എന്റെ അനിയത്തി 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഓൾക്ക് ഞാൻ കുറേ വട്ടം ഞാൻ പറഞ്ഞു കൊടുത്തു. അവസാനം ഓൾക്ക് 6/√3 ആൻസർ കിട്ടി. പക്ഷെ ഓപ്ഷനിൽ 6/√3 ഇല്ലാത്തതുകൊണ്ട് ഓൾ എന്ത് ചെയ്തു? അതിനോട് സാമ്യമുള്ള ഈ ആൻസർ ടിക്ക് ചെയ്തു. ഓക്കെ, 6/√3 6√3 ഈക്വൽ ആണോ? അപ്പൊ ഞാൻ 10/2 എന്ന് പറഞ്ഞാലും 10 × 2 എന്ന് പറഞ്ഞാലും ഈക്വൽ ആണോ? അല്ല, അത് പൊട്ടത്തരാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 6/√3ക്ക് ഈക്വൽ ആയിട്ടുള്ള എന്തെങ്കിലും സംഭവത്തിൽ ഉണ്ടോ നോക്കണം. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ നോക്കാന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും √3നെ താഴത്ത് കൊണ്ടുപോല. അല്ലെങ്കിൽ √2 ആണെങ്കിലും √3 ആണെങ്കിലും അതിന് നമ്മൾ താഴത്ത് ഇടാൻ നോക്കൂല. ഓക്കെ, ബൈറ്റ് ഇടാൻ നോക്കൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിന് അവിടുന്ന് മാറ്റാൻ നോക്കണം. അതിന് മാറ്റണം എന്നുണ്ടെങ്കിൽ എനിക്ക് 6/√3നെ എങ്ങനെ എഴുതാം? 6നെ എനിക്ക് 2 × 3 എഴുതാം. ഓക്കെ, √3 എഴുതാം. ഓക്കെ ആണല്ലോ. അടുത്ത സ്റ്റെപ്പിൽ എനിക്ക് 2 × 3 എങ്ങനെ എഴുതാം? 3നെ എനിക്ക് √3 × √3 എഴുതാം √3. ഓക്കെ, മനസ്സിലായോ? 3 പറഞ്ഞാൽ എന്താണ്? √3 × √3. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 4 ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 4 ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാ ചാപ്റ്റർ? തൊടുവര അല്ലെങ്കിൽ ടാൻജൻസ്. ഓക്കെ, ടാൻജൻസ് എന്നുള്ളൊരു സിമ്പിൾ ചോദ്യമാണ്. ചോദ്യം എന്താ പറയുന്നത്? PA എന്ന് പറയുന്നതും PB എന്ന് പറയുന്നതും ഈ സർക്കിളിനൊക്കെയുള്ള 2 തൊടുവര അല്ലെങ്കിൽ ടാൻജൻസ് ആണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ AOB 110 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ APB എത്ര ഡിഗ്രി ആവുന്നതാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും. ഇത് രണ്ടും കൂട്ടിയാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 180 കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് 110 ആണെന്നുണ്ടെങ്കിൽ 180 ആണെങ്കിൽ ഇത് എത്ര വരണം? 70 ഡിഗ്രി വരണം. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രൂഫും കൂടി ഞാൻ പറഞ്ഞുതരാം. എന്താ പ്രൂഫ് വരാം? ഈ AOBP ഇതെന്താണ്? ഒരു ക്വാഡ്രിലാറ്ററലാണ്. ഓക്കെ, അതായത് 4 വശമുള്ള ഒരു പോളിഗണാണ്. ഓക്കെ, 4 വശമുള്ള ഒരു ബഹുഭുജാണ്. 4 വശമുള്ള ഇതിന്റെ ഇന്നർ ആംഗിൾസ് ടോട്ടൽ കൂട്ടി നമുക്ക് എത്ര കിട്ടാം? അല്ലെങ്കിൽ ഉള്ളിലെ കോണുകൾ ടോട്ടൽ കൂട്ടി നമുക്ക് എത്ര കിട്ടാം? 3 വശമാണെന്നുണ്ടെങ്കിൽ 150, 4 വശമാണെന്നുണ്ടെങ്കിൽ 360 ആണല്ലോ. അപ്പൊ ഇതിന്റെ ടോട്ടൽ കൂട്ടി നമുക്ക് എത്ര കിട്ടുന്നുണ്ട്? 360 കിട്ടുന്നുണ്ട്. ഇത് രണ്ടും തൊടുവരയെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. തൊടുവരയെന്ന് സർക്കിളിന്റെ സെന്റർക്ക് വരക്കുന്ന ഡിഗ്രി ഒക്കെ എത്രയും കാലം
എനിക്ക് ആംഗിൾ എത്രക്കാരം 90 ഡിഗ്രി ആവും. ഓക്കെ, അപ്പോൾ 90 ഇവിടെ പോയോ, 90 അവിടെ പോയോണ്ട് ഇത് എത്ര 180 പോയി. അതായത് 360 180 പോയി. ബാക്കി എത്ര ഉണ്ട്? ബാക്കി നമുക്ക് 180 ഉണ്ട്. 180 110 ഇവിടെ പോയി. അപ്പോൾ ബാക്കി എത്ര ഉണ്ട്? ബാക്കി 70. അതാർക്കാ ഉണ്ടാവുള്ളൂ? ആംഗിൾ ബിക്കാണ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊരു സിമ്പിൾ ചോദ്യമാണ്, എല്ലാവർക്കും തന്നെ കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കും. 70 ആണ് അല്ലെങ്കിൽ 70 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 5 ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 5. ഈ ചാപ്റ്റർ കാണുമ്പോൾ തന്നെ ചിലവർക്ക് പേടിയാണ്, പഠിച്ചോനെ വന്നു സംഭവം X² ഒക്കെ വന്നു. ഓക്കെ, പക്ഷേ ഇപ്പോൾ ഇത്ര നേരം നമ്മൾ ചെയ്ത പോലെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ അല്ല ക്വസ്റ്റ്യൻ നമ്പർ 5. കാരണം ഈ ചാപ്റ്റർ ഏതാണ്? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അല്ലെങ്കിൽ പോളിനോമിയൽ, രണ്ടും പാടെ നമുക്ക് മിക്സ് ആയിട്ട് ചോദിക്കാൻ പറ്റിയ ഒരു ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പോ ഇത് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതിൽ കെന്റെ വാല്യൂ എന്താണ്? ഓക്കെ, കെ പറഞ്ഞ എത്രയാണെന്ന് നമ്മളോടിപ്പോ ഇത് ഉദാഹരണം ഇത് സംഭവം വേറെ ഒന്നുമല്ലോ, നമ്മൾ പേടിക്കുന്നുണ്ടോ? ഇപ്പൊ 16ന് എനിക്ക് എങ്ങനെ എഴുതാം? 8 × 2 എഴുതാലോ. അതേപോലെ ഒരു സംഭവമാണ്. അതിലൊരു എക്സ് എന്തോ നമുക്ക് അറിയില്ല. ഓക്കെ, അതുകൊണ്ട് നമ്മൾ അതിനെ എന്തോ വിളിച്ചു? എന്തോ സംഭവം അറിയാത്തതുകൊണ്ട് അതിനെ നമ്മൾ എക്സ് എന്ന് വിളിച്ചു. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോ ഈ ഒരു സംഭവത്തിനെയാണ് രണ്ട് ഘടകങ്ങളാക്കി എഴുതിയിട്ടുള്ളത്. അതായത് 16 8 × 2 എഴുതിയ പോലെയാണ് ഇങ്ങനെ രണ്ട് ഘടകങ്ങളാക്കിയിട്ട് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതായത് X² കോഎഫിഷ്യന്റ് 1, അതായത് ഒപ്പുള്ള ചെങ്ങായി 1ഉം പിന്നെ എക്സിന്റെ കൂടെ എന്തോ ഉണ്ട്, പിന്നെ ഒരു നമ്പർ വെറുതെ നിൽക്കുന്നു, അതിന് നമ്മൾ കോൺസ്റ്റന്റ് എന്ന് പറയും. ഓക്കെ, അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എങ്ങനെ എഴുതാം? X+ എന്തോ അല്ലെങ്കിൽ X+ വേറെന്തോ. പ്ലസ് പറയുമ്പോൾ നോക്കണ്ട, പ്ലസ് മൈനസും എന്തുവാണെങ്കിലും ആവാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് സംഭവം എന്നുണ്ടെങ്കിൽ ഈ നമ്പർ കണ്ടില്ലേ 6ഉം 2ഉം, ഇത് രണ്ടും ഗുണിച്ചാലാണ് നമുക്ക് എന്ത് കിട്ടേണ്ടത്? ഈ കോൺസ്റ്റന്റ് കിട്ടേണ്ടത്. മനസ്സിലായോ? ഇത് രണ്ടും ഗുണിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് കിട്ടേണ്ടത്? കോൺസ്റ്റന്റ് കിട്ടേണ്ടത്. ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് കിട്ടേണ്ടത്? ഈ എക്സിന്റെ കൂടെയുള്ള ചെങ്ങായി കിട്ടണം. ഓക്കെ, അപ്പൊ ഈ ഒരു ട്രിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ നമ്മളെ കൈക്കൂടെ ഇങ്ങനെ പോയി. ഓക്കെ, അത്ര എളുപ്പമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. എന്താ ഞാൻ പറഞ്ഞു? അതായത് ഈ നമ്പറും കൂടെ ഗുണിച്ചാലാണ് നമുക്ക് എന്ത് കിട്ടേണ്ടത്? 12 കിട്ടേണ്ടത്. നോക്കാം, 6 × -2 പ്ലസ് 6 × -2. 6 × 2 എത്രയാണ്? 12 ആണ്. പ്ലസ് ഇൻറ്റു മൈനസ് ആണ്. അപ്പൊ നമുക്ക് എത്ര കിട്ടും? -12 കിട്ടും. അതിനല്ല ഇവിടെ കിട്ടിയില്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? കെന്റെ വാല്യൂ എന്താണ്? ഓക്കെ, കെന്റെ വാല്യൂ അറിയാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 6 + -2 ചെയ്യുക. മനസ്സിലായോ? 6 + -2. ഇവിടെ ഞാൻ പ്ലസ് എടുക്കാൻ ഒന്നുമല്ല, 6 എന്ന് പറഞ്ഞാൽ +6 തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര കിട്ടും? 6 - 2 എന്ന് കിട്ടും. കാരണം പ്ലസ് മൈനസും പാടെ മൈനസ് ആവും. എത്രയാണ്? 4. ഓക്കെ, അപ്പൊ 4ആണ് ഇതിന്റെ ആൻസർ. കെ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4ആണ്. പക്ഷെ നമുക്ക് ഓപ്ഷനിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഓപ്ഷനിൽ നമുക്ക് 8 തന്നിട്ടുണ്ട്, -4 തന്നിട്ടുണ്ട്, അതേപോലെ 12 തന്നിട്ടുണ്ട്, 4 തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഒന്നും അറിയാത്ത പോയി എഴുതാൻ പോണ ആൻസർ ആണ് 12. കാരണം ഓനക്ക് അറിയില്ല ഇത് രണ്ടും കൂട്ടി കഴിഞ്ഞാൽ ആണ് കെ കിട്ടാണ്. ഓക്കെ, അപ്പൊ ഓൻ എന്ത് ചെയ്യും? അവിടെ 12 ആണ്. അപ്പൊ ആയിക്കോട്ടെ, അതിൽ 12 ഉണ്ടല്ലോ, അത് എഴുതാന്ന് വെച്ചിട്ട് ചെയ്യും. ഓക്കെ, പിന്നെ നമ്മളിത് ചെറിയ പൊട്ടത്തരം വെച്ചോടെ വെച്ചാൽ നമുക്ക് അറിയാം എന്ത്, ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് ഇവിടുത്തെ കെ കിട്ടാൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 6 + 2 = 8. 8 ഓപ്ഷൻ ഉണ്ട്. നമ്മൾ വിചാരിക്കും നമ്മൾ എഴുതിയത് ശരിയാണ്. ഓക്കെ, അപ്പൊ എന്താണ്? 8 അല്ല ആൻസർ. നമ്മൾ എന്തെടുക്കണം? ഈ 6ഉം അപ്പുറത്ത് മൈനസ് ആണെങ്കിൽ -2. ഇനി പോലെ -6 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് -6 തന്നെ എടുക്കണം. മനസ്സിലായോ? അപ്പൊ 6ഉം -2ഉം കൂട്ടുക. 6ഉം -2ഉം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 6 - 2 = 4. അതായത് ഇപ്പൊ എന്റെ കയ്യിൽ ഒരു 6 രൂപ ഉണ്ട്. ഓക്കെ, എനിക്കൊരു 2 രൂപ കടമുണ്ട്. അപ്പൊ ഞാൻ മൊത്തത്തിലാണ് കൂട്ടി പറയുമ്പോൾ എനിക്ക് എന്താ? ഞാൻ 6 രൂപയിൽ നിന്ന് 2 രൂപ കൊടുത്താൽ എന്റെ കയ്യിൽ എത്ര രൂപ ഉണ്ട്? 4 രൂപ ഉണ്ട്. ഓക്കെ, അത് പറയണ അതേപോലെ തന്നെ ഈ സംഭവം. ഓക്കെ, അപ്പൊ നമുക്ക് കൂട്ടുമ്പോൾ നമുക്ക് കെ എന്ത് കിട്ടും? 4 കിട്ടും. മനസ്സിലായല്ലോ? അപ്പോ ഈ ഒരു ക്വസ്റ്റ്യനും എളുപ്പമാണ്. ഓക്കെ, അതായത് ഒന്ന് പഠിച്ച കുട്ടിക്ക്, ഇതിന്റെ ട്രിക്ക് മനസ്സിലായ കുട്ടിക്ക് എളുപ്പത്തിൽ എഴുതാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 6. ഓക്കെ, ആറാമത്തെ ചോദ്യം പറയണത് 4 ഫിഗർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, 1 2 3 4 എന്നുള്ള 4 ഫിഗർ തന്നിട്ടുണ്ട്. ആ 4 ഫിഗറിലും 4 ക്വാഡ്രിലാറ്ററലുണ്ട്. അതായത് 4 വശമുള്ള ഒരു ബഹുഭുജം ഉണ്ട്. ഓക്കെ, 4 വശമുള്ള എന്തിനും നമ്മൾ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയാം കേട്ടോ. സ്ക്വയർ ആണെങ്കിലും റെക്ടാങ്കിൾ ആണെങ്കിലും അതിന് കോമൺ ആയിട്ട് പറയുന്നതാണ് ക്വാഡ്രിലാറ്ററൽ. ഓക്കെ, പിന്നെ പറയുന്നത് അതിൽ 2 ആംഗിൾസ് ഉണ്ട്, XY. ഈ എക്സും വൈയും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? ഗ്രേറ്റർ ദാൻ 180. അവിടെ ആരെ വലുത്? അവിടെ വായ ഒളിച്ചിരിക്കുന്ന ഭാഗം കണ്ടില്ലേ? ആ വായ ഒളിച്ചിരിക്കുന്ന ഭാഗത്തുള്ള ആൾക്കാരാണ് വലുത്. അതായത് എക്സും വൈയും കൂടി ചേർന്നാൽ ആരെക്കാട്ടിലും വലുതാണ്? 180-നേക്കാട്ടിലും വലുതാണ്. അങ്ങനെയുള്ള 2 ഫിഗർ ഏതൊക്കെയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ,
അപ്പൊ ആദ്യത്തെ ഫിഗർ നോക്കാം. ആദ്യത്തെ ഫിഗറിൽ എനിക്ക് നോക്കുമ്പോൾ എക്സ് 90-നേക്കാളും ചെറുതായിട്ടാണ് തോന്നുന്നത് അല്ലെ. വൈ ആണെങ്കിൽ ഏകദേശം 90 പോലെ. ഓക്കെ, 90-നേക്കാളും വലുതല്ല എന്തായാലും, 90 പോലെ. അപ്പൊ ഞാന് 90-നേക്കാളും ചെറുത് കൂട്ടിയാൽ എനിക്ക് 150-നേക്കാളും വലുതാവും? ഇല്ലല്ലോ. അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ അല്ല. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ തന്നെ എ ഓപ്ഷനും ബി ഓപ്ഷനും എനിക്ക് കട്ട് ചെയ്യാം. ഓക്കെ, അതായത് 192 എന്നുള്ള ഓപ്ഷനും 193 എന്നുള്ള ഓപ്ഷനും, കാരണം അതിൽ രണ്ടിലും 1 ഉണ്ട്. 1 അല്ലാന്ന് നമുക്ക് കിട്ടിയല്ലോ. അപ്പോ നമ്മളെ ആൻസർ സിഒ ഡി ആണ്. അപ്പൊ ഇനി രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം. രണ്ടാമത്തെ ഓപ്ഷനിൽ എക്സ് കാണുമ്പോൾ ഏകദേശം ഒരു 90 ഡിഗ്രീന്റെ പോലെ. ഓക്കെ, വൈയോ, വൈ 90-നേക്കാൾ മേലെ അല്ലേ. അപ്പൊ അത് രണ്ടും കൂട്ടിയാൽ നമുക്കൊരു ചാൻസ് ഇല്ലേ 150-നേക്കാളിലും മേലെ ആവാൻ. കാരണം 90-നേക്കാളിലും മേലെ കൂട്ടി കഴിഞ്ഞാൽ 90 100 വിചാരിച്ചോ, 190 ആയില്ലേ. ഓക്കെ, അപ്പോ രണ്ടാമത്തെ ഓപ്ഷൻ, രണ്ടാമത്തെ ഫിഗർ ശരിയാവാൻ നമുക്കൊരു ചാൻസ് ഉണ്ട്. അതവിടെ കേട്ടെ. മൂന്നാമത്തെ നോക്കാം. മൂന്നാമത്തെ എക്സ് 90-ന്റെ പോലെ ഉണ്ട്. ഓക്കെ, എക്സ് 90 ഡിഗ്രീന്റെ പോലെ ഉണ്ട്. അതേപോലെ വൈയോ, വൈ 90 ഡിഗ്രിനെക്കാളും ചെറുതാ. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് 90 ഡിഗ്രിനെക്കാളും ചെറുതും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 180-നേക്കാളും മേലെ കിട്ടൂല. അപ്പൊ ഓപ്ഷൻ ഫിഗർ 3 നമുക്ക് ക്യാൻസൽ ചെയ്യാം. അടുത്തത് ഫിഗർ 4. എക്സ് പറയുമ്പോൾ 90-നേക്കാളും വലുതാണ്, അത് കാണുമ്പോൾ തന്നെ അറിയാം. എന്ന് പറയുമ്പോൾ 90-നേക്കാളും വലുതാണ്. 90-നേക്കാളും വലുതും 90-നേക്കാളും വലുതും കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? ഗ്രേറ്റർ ദാൻ 180 കിട്ടും അല്ലേ. അപ്പൊ നമ്മൾ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ സി, 2 and 4. ഒരു സിമ്പിൾ ചോദ്യമാണ്, ബുദ്ധിയുള്ള എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഓക്കെ, 10ാം ക്ലാസ് പഠിക്കുന്ന എല്ലാവർക്കും തന്നെ ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 7 എന്താ പറയുന്നത്? രണ്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എന്താ സ്റ്റേറ്റ്മെന്റ്? ദ ലൈൻ ജോയിനിങ് ദ പോയിന്റ്സ് 3,4 and 3,8 is parallel to y axis. ഓക്കെ, അപ്പൊ ഞാൻ എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചു. ഓക്കെ, 1 2 3 4 5 6 7 8. ഓക്കെ, 1 2 3 4 5 6 7 8. ഓക്കെ, നമ്മുടെ ആദ്യം എന്താ പറയുന്നത്? 3,4. എവിടെ 3,4 വരാം? എക്സ് ആക്സിസ് 3 എടുക്കുക, വൈ ആക്സിസിൽ 4 എടുക്കുക. 1 2 3 4. ഓക്കെ, ഇത് വരുന്ന പോയിന്റ് എവിടെ? ഇവിടെയാണ് നമ്മൾ 3,4 വരിക. മറ്റേതോ 3,8. 3 എടുത്തു, ഇവിടെ 1 2 3 4 5 6 7 8. ഓക്കെ, അപ്പൊ നമ്മൾ അവിടെ 3,8. ഇത് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻ, ആ ലൈൻ എന്തിനോട് പാരലലാണെന്ന് പറയുന്നത്? വൈ ആക്സിസ്. ഇതല്ലേ നമ്മുടെ വൈ ആക്സിസ്. വൈ ആക്സിസിനോട് പാരലലാന്ന് പറയുന്നത്, അല്ലെങ്കിൽ സാമാന്തരാണെന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, ഇതിനോട് സമാന്തരല്ലേ. അപ്പോ സ്റ്റേറ്റ്മെന്റ് 1 ശരിയാണ്. ഇനി സ്റ്റേറ്റ്മെന്റ് 2. ഓക്കെ, അപ്പോ ഇത് സമാന്തരാണെന്ന് നിങ്ങൾ എങ്ങനെ നോക്കിയാൽ മതി? അതായത് ഈ രണ്ട് പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് സെയിം ആണെങ്കിൽ അത് എന്തിനോട് പാരലലാവും? വൈ ആക്സിസിനോട് പാരലലാവും. ഓക്കെ, ഇനി അഥവാ രണ്ട് പോയിന്റിന്റെ വൈ കോർഡിനേറ്റ് ആണ് സെയിം എന്നുണ്ടെങ്കിൽ അത് എന്തിനോട് പാരലലാവും? എക്സ് ആക്സിസിനോട് പാരലലാവും. അപ്പൊ നോക്കിക്കോ, ഇത് പറഞ്ഞാല് 1,1. ഇതോ, ഇത് 8,1. അതായത് വൈ കോർഡിനേറ്റ് രണ്ടും സെയിം ആണ്. ഓക്കെ, ഇവിടെ കേട്ടോ 8,1. ഓക്കെ, വൈ കോർഡിനേറ്റ് രണ്ടും സെയിം ആണെങ്കിൽ അത് എന്തിനോട് പാരലലാവും? ആ ലൈന് എക്സ് ആക്സിസിനോട് പാരലലാവും. ഓക്കെ, ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് ആൻസർ സിമ്പിൾ ആയിട്ട് എഴുതാം. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? If two points have the same x coordinate, then the line joining them is parallel to y axis. ഇതല്ലപ്പോ ഞാൻ പറഞ്ഞു, എക്സ് കോർഡിനേറ്റ് രണ്ടും സെയിം ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, നമ്മൾ ആദ്യം എഴുതുന്നതാണ് എക്സ് കോർഡിനേറ്റ്, അത് രണ്ടും സെയിം ആണെന്നുണ്ടെങ്കിൽ അത് എന്തിനോട് പാരലലാവും? വൈ ആക്സിസിനോട് പാരലലാവും. ഓക്കെ, അപ്പൊ അത് ശരിയാണ്. ഇനി എന്താ ഓപ്ഷൻസ്? എന്താ? രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അപ്പോ സിയും ഡിയും. അതിലേതാ? സ്റ്റേറ്റ്മെന്റ് 2 is the reason of statement 1 അല്ലേ? അതിന്റെ റീസൺ അല്ലേ ആണ്. അപ്പോൾ നമ്മൾ ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ സി. ഇനി നമുക്ക് എട്ടാമത്തെ ചോദ്യം ചെയ്യാം. ഇനി നമ്മളെ സെക്ഷൻ 1 ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇതൊരു A+ ലെവൽ ചോദ്യമാണ്. ഓക്കെ, കാരണം ഇത്ര നമുക്ക് എളുപ്പത്തിൽ വന്നിട്ട് നമ്മൾ ഒരു A+ ലെവൽ ചോദ്യം ചോദിക്കണമല്ലോ, അങ്ങനത്തെ ഒരു ചോദ്യം. അപ്പൊ എന്താ ചോദ്യം പറയണേ? വെൻ സ്റ്റേറ്റ്മെന്റ് ആട്ടോ, രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയണേ, when two chords of a circle intersect within the circle, the product of the part of one chord is equal to the product of the parts of another. ഓക്കെ, അറിയണതൊന്നുമല്ല, ഒരു വൃത്തത്തിന്റെ ഉള്ളിൽ രണ്ട് കോഡ് അല്ലെങ്കിൽ രണ്ട് ഞാന് തമ്മിൽ മീറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇതിന്റെ പ്രൊഡക്റ്റ് പറഞ്ഞാൽ രണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. അത് എന്തിനോട് ഈക്വൽ ആവും? ഇതും ഇതും ഇൻഡു ചെയ്തതിനോട്, അല്ലെങ്കിൽ അതിന്റെ പ്രൊഡക്റ്റിനോട് ഈക്വൽ ആവും. അതായത് സത്യത്തിൽ പറഞ്ഞാൽ നമ്മൾ പഠിച്ചൊരു ഇക്വേഷൻ ഉണ്ടല്ലോ, PA × PB = PC × PD നോട് ഈക്വൽ ആവും. ഓക്കെ,
അതിൽ സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നത്. അപ്പൊ അത് ശരിയാണല്ലോ, അത് ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഈ ടു ട്രയാങ്കിൾസ് ഹാവ് ദ സെയിം ആംഗിൾസ്. ഓക്കെ, അപ്പൊ ഞാൻ എടുത്തു രണ്ട് ട്രയാങ്കിൾസ്, സെയിം ആംഗിൾസ് ഉള്ള രണ്ട് ട്രയാങ്കിൾ എടുത്തു. ദെൻ ദയർ സൈഡ്സ് ആർ സ്കെയിൽഡ് ബൈ സെയിം ഫാക്ടർ. അതായത് അതിന്റെ സൈഡ്സ്, ഇപ്പൊ ഇതിന്റെ സൈഡും സ്കെയിൽഡ് ബൈ സെയിം ഫാക്ടർ. ഉദാഹരണം, ഈ 30, 60, 90 1:√3:2 ആണെന്ന് വിചാരിച്ചോ. ഓക്കെ, ഇതേ 30, 60, 90 2:3:4 ആണ്. അപ്പൊ ഇതിന്റെ സ്കെയിൽ ഇതെങ്ങനെ, ഇതേ ഇൻറ്റു 2 ചെയ്ത് നോക്കാം. 1നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോ 2 ആയി, √3നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോ 2√3 ആയി, 4നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോ 4 ആയി. അപ്പൊ നമ്മൾ അതിനെ സ്കെയിൽ ചെയ്തു. സ്കെയിൽ ചെയ്യാന്ന് പറഞ്ഞാല് ഗുണിക്കുക അല്ലെങ്കിൽ ഹരിക്കുക, അതാണ് കേട്ടോ അർത്ഥം. ഓക്കെ, അപ്പൊ ഇനി സംഭവം മനസ്സിലായല്ലോ. അപ്പൊ രണ്ട് ട്രയാങ്കിള് സെയിം ആംഗിൾ ആണ് രണ്ട് ട്രയാങ്കിളിന്റെ ആംഗിൾസ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോണുകൾ രണ്ടും തുല്യാണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയൊക്കെ ഒരു ഫാക്ടറും ഉണ്ട് അല്ലെങ്കിൽ ഒരു നമ്പറും ഉണ്ട്, സ്കെയിൽ ചെയ്തായിരിക്കും. ഓക്കെ, അപ്പൊ ഇതിനെ അപ്പൊ എന്താ ചെയ്ത് രണ്ടും കൊണ്ട് സ്കെയിൽ ചെയ്തു. ചെയ്തപ്പോ 2 √3 4 ഓക്കെ, ഇങ്ങനെ നമ്മളോട് ഓപ്ഷൻ എന്താ പറയുന്നത്. അപ്പൊ രണ്ടും ശരിയാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ ഫിഗർ ഒന്ന് വൃത്തിക്ക് വരച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 ശരിയാണ്, സ്റ്റേറ്റ്മെന്റ് 2 ശരിയാണ്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് 1 എന്താ പറഞ്ഞു, പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡിനോട് ഈക്വൽ ആണ്. കാരണം നമുക്കത് അറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് 2 എന്താ പറഞ്ഞു, രണ്ട് ട്രയാങ്കിൾസ് അല്ലെങ്കിൽ രണ്ട് ത്രികോണം, അതിന്റെ എല്ലാ കോണുകളും തുല്യമാണെന്നുണ്ടെങ്കിൽ ഇതിനെ എന്തുകൊണ്ടോ സ്കെയിൽ ചെയ്തേക്കാറും ഇത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാലോ ഇതിനെ 2 കൊണ്ട് സ്കെയിൽ ചെയ്തതാണ് ഇത്. ഓക്കെ, അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഇനി നമ്മളോട് ചോദിക്കുന്നത്, അപ്പൊ നമുക്ക് മനസ്സിലായി, ഒന്നുമില്ലെങ്കിൽ ഓപ്ഷൻ 3 അല്ലെങ്കിൽ ഓപ്ഷൻ സി അല്ലെങ്കിൽ ഓപ്ഷൻ ഡി. അതായത് ഇത് ഇതിന്റെ റീസൺ ആണ്, അതല്ലെങ്കിൽ ഇത് ഇതിന്റെ റീസൺ അല്ല. അപ്പൊ നമ്മളെല്ലാവരും എഴുതാൻ പോണ ആൻസർ ചെയ്തോ. കാരണം നമുക്ക് എന്താ അതൊരു ബന്ധം തോന്നുന്നില്ല. അപ്പൊ നമ്മളെല്ലാവരും ഇത് എന്ത് എഴുതും, ഇത് ഇതിന്റെ റീസൺ അല്ല. പക്ഷെ നമ്മൾ പഠിച്ചു എന്ത്, പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. നമ്മൾ സർക്കിൾസ് ആൻഡ് ലൈൻസ് എന്ന ചാപ്റ്ററിൽ പഠിച്ചത് പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. ഇത് ഇക്വേഷൻ മാത്രം പഠിച്ചവർ എന്ത് എഴുതും, അത് അതിന്റെ റീസൺ അല്ല എന്ന് എഴുതും. പക്ഷെ ഇതിന്റെ പ്രൂഫ് പഠിച്ചവർ എന്ത് എഴുതും, അത് അതിന്റെ റീസൺ ആണെന്ന്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു A+ ലെവൽ ചോദ്യമാണ്. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഈ എ സിയും അതേപോലെ ബി ഡിയും ഞാൻ ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി, രണ്ട് ട്രയാങ്കിൾ കിട്ടിയല്ലോ, രണ്ട് ത്രികോണം കിട്ടി. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ത്രികോണം എന്താണ്, സിമിലർ ആണ്, ഒരേപോലുള്ള ത്രികോണമാണ്. അതായത് ഒന്ന് ചെറുതും ഒന്ന് അതിനെ എന്തുകൊണ്ടോ സ്കെയിൽ ചെയ്തപ്പോൾ എന്തുകൊണ്ടോ ഗുണിച്ചപ്പോൾ കിട്ടിയതാണ് മറ്റേതും. അതെങ്ങനെയാന്ന് വെച്ചാൽ നോക്കാം, ഈ ആംഗിളും സെയിം ആണ്. ഓക്കെ, എല്ലാവർക്കും അറിയാലോ. അതേപോലെ ACD എന്ന് പറഞ്ഞ ആംഗിളും അതേപോലെ ABD എന്ന് പറഞ്ഞ ആംഗിളും എന്താണ്, സെയിം ആണ്. കാരണം എന്താ, ഇതൊരു സർക്കിളിലെ 2 പോയിന്റ്, ആ 2 പോയിന്റിൽ സർക്കിളിന്റെ ഓപ്പോസിറ്റ് വരുന്ന എല്ലാ ആംഗിളും സെയിം ആണ്. നിങ്ങൾ രണ്ടാമത്തെ ചാപ്റ്ററിൽ പഠിച്ചിരിക്കും. അതേപോലെ CAB എന്ന് പറഞ്ഞ ആംഗിളും CDB എന്ന് പറഞ്ഞ ആംഗിളും എന്താണ്, സെയിം ആണ്. ഓക്കെ, അതുകൊണ്ട് എന്താണ്, അത് രണ്ടും സിമിലർ ട്രയാങ്കിൾസ് ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ടാണ് ഇത് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് തന്നെ. ഓക്കെ, അതിന്റെ പ്രൂഫ് ഞാൻ പെട്ടെന്ന് പറയാം. അതായത് ഈക്വൽ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ ഈക്വൽ ആവും. അതെങ്ങനെയാന്ന് വെച്ചാൽ ഇത് രണ്ടും ഈക്വൽ ആംഗിൾ അല്ലേ, അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ അല്ല, ഓപ്പോസിറ്റ് ഉള്ള സൈഡ് PA ബൈ ഇതിന്റെ PD. ഓക്കെ, PA ബൈ PD. ഇത് എന്തിനോട് ഈക്വൽ ആവും, ഈ ആംഗിളും ഈക്വൽ അല്ലേ. അതിന്റെ ഓപ്പോസിറ്റ് ഉള്ളത് PC ബൈ PB. ഓക്കെ, അതായത് നമ്മൾ ആദ്യം ഇതിന്റെ എടുത്താൽ ഇതിനാണ്, അതായത് P എടുത്തു, അപ്പോൾ അടുത്തതിന്റെ PD, ഇതിന്റെ PC എടുത്താൽ ഇതിന്റെ PB. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും, ഇത് പുറം പോയിട്ട് എന്താവും, PA ഇൻറ്റു PB ഈക്വൽ ടു PC ഇൻറ്റു PD എന്നാവും. ഇങ്ങനെയാണ് നമുക്ക് ഇതിന്റെ പ്രൂഫ് കിട്ടണ തന്നെ. PA ഇൻറ്റു PB ഈക്വൽ ടു PC ഇൻറ്റു PD കിട്ടണ തന്നെ നമുക്ക് ഇങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, അതായത് ഈ ഒരു പ്രോപ്പർട്ടി ആണ് ഈ പ്രൂഫ് കിട്ടാനുള്ള കാരണം. അതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ദ റീസൺ ഫോർ സ്റ്റേറ്റ്മെന്റ് 1. അതുകൊണ്ട് നമ്മളെ ആൻസർ ഏതാണ് ശരി, ഓപ്ഷൻ സി ആണ് ശരി. എനിക്കറിയാം ഒട്ടുമിക്ക കുട്ടികളും ഈ ഒരു ഇതിന്റെ ആൻസർ തെറ്റിച്ചിട്ടുണ്ടാവും, ഓപ്ഷൻ ഡി കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു A+ ലെവൽ ചോദ്യമാണ്. കാരണം ഇതിന്റെ പ്രൂഫ് പഠിച്ചവർക്ക് മാത്രമാണ് ഇതിന്റെ ആൻസർ എഴുതാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ഈ ചോദ്യം ചിലപ്പോൾ ഒരു കോൺട്രവേഴ്സി ഒക്കെ ആവാൻ ചാൻസ് ഉണ്ട്. ചില സ്കൂളുകാർ പറയും ഓപ്ഷൻ സി ആണ് ശരി, ചിലവർ പറയും ഡി ആണ്. പക്ഷെ ഞാൻ പറയുന്നു ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ, കാരണം ഇതിന്റെ പ്രൂഫ് വൃത്തിക്ക് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു കുട്ടി ടെക്സ്റ്റ് ബുക്ക് വായിച്ചിരിക്കണമെന്ന് നിർബന്ധമാണ്. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ സെക്ഷൻ എ. സെക്ഷൻ എയിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ചെയ്തത്.
ഓക്കെ, അപ്പോൾ സെക്ഷൻ നമ്മൾ വൃത്തിക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അടുത്ത വീഡിയോ നമ്മൾ സെക്ഷൻ ബി ചെയ്യണം. ഓക്കെ, ഞാൻ പോണേണ്. വെറുതെ എന്തിനാണ് ഒരുപാട് എക്സ്പ്രഷൻ ഇട്ട് ചാവണത്?